ഒരു ഉമ്മ കിട്ടി. അതേ ഉള്ളു, ഒന്നും തരാനില്ല. എനിക്ക് വയറ് നിറച്ച് വിളമ്പി വെച്ചേക്കുമല്ലേ. ഒരു മനുഷ്യനെ ഏറ്റവും അത്യാവശ്യവും ആ മനുഷ്യൻ മതി എന്ന് പറയണതും ഒരേ ഒരു കാര്യമുള്ളൂ, ഈ ഒരു സാധനം, ഭക്ഷണം. അത് ഇനിയിപ്പോ ചേച്ചി ഇനി ഒരു അണ്ടാവിൽ കൊണ്ടുവച്ചാലും അത്രയും കഴിച്ച് കഴിയുമ്പോൾ ഞാൻ പറയും ചേച്ചി എനിക്ക് മതി എന്ന് പറയും. അതുപോലെ തന്നെ വിശന്ന് വരുന്ന ഒരാൾക്ക് അന്നം കൊടുക്കണതിനപ്പുറം വേറൊരു പുണ്യവും ഇല്ല. ചേച്ചീനെ ഇവിടെ ആളുകൾ പറയും ബിന്ദു പണി. ചേച്ചിയുടെ പേര് ബിന്ദു തന്നെയാണ്, പക്ഷെ ബിന്ദു പണിക്കർ ഒരു ചായ ഇല്ലേ. ശരിയാണ്. എനിക്ക് ആദ്യം ഇങ്ങനെ ഞാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ എനിക്ക് എവിടെയോ നല്ല മുഖപരിചയം, പക്ഷെ പിന്നെ മനസ്സിലായി ശരിയാണ് കേട്ടോ. ഒരു വട്ടപ്പൊട്ടും ഒക്കെ കാണുമ്പോൾ അങ്ങനെ തോന്നും. എനിക്ക് ഈ വയ്യാഴിയാന്നേലും ഞാനിതെല്ലാം ചെയ്യും. എത്ര വർഷമായി ഇങ്ങനെ അസുഖം തുടങ്ങിയിട്ട് ഇപ്പൊ 12 വർഷം കൊണ്ട് അമൃതയില ചികിത്സ. ദേഹം മൊത്തം നീര് കൊണ്ടതായിരുന്നു നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത്. പിന്നെ ശ്വാസം കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അവിടെ പോയി ടെസ്റ്റുകളെല്ലാം നടത്തിയപ്പോൾ ഓക്സിജൻ കുറയുന്നു, ശ്വാസക്കുഴൽ ചുരുങ്ങുന്നു. ഇപ്പോൾ പിന്നെ കരൾ വീക്കം, കരളിനകത്ത് കുരുപ്പ്, തൈറോയിഡ്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാം ഉണ്ട്. കിടക്കാൻ നേരത്ത് ഈ ഓക്സിജൻ കിടക്കാനോ. അപ്പൊ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. അപ്പൊ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, അദ്ദേഹം കൊറോണ വന്ന് ഇനി പോരേണ്ടി വന്നു. പിന്നെ നമുക്ക് അന്നത്തേടം കഴിയണ്ടായോ. പിന്നെ വീഡിയോ കണ്ടിട്ട് വരട്ടെ. അതാ, ഒരുപാട് 100 ആവട്ടെ, എന്നെ റീച്ച് ആക്കുക. എന്റെ ഒരു കൂടപ്പുറപ്പ് പോലെ. നമസ്കാരം, വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ കൊല്ലം ജില്ലയിലാണ്. ഈ സ്ഥലത്തിന് പറയുക ശൂരനാട് എന്നാണ്. ഇവിടെ അഴകിയകാവ് ഗവൺമെൻറ് സ്കൂളുണ്ട്, അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബിന്ദേച്ചിയുടെ വീട്. അപ്പോൾ വീട്ടിലെ ഊണാണ്. എനിക്ക് ഏറ്റവും നമ്മൾ സാധാരണ പോകുന്ന എല്ലാ സ്ഥലവും ആ വീട്ടിൽ അവർ കഴിക്കുന്ന ഭക്ഷണം കുറച്ചധികം പേർക്കും കൂടി ഉണ്ടാക്കി കൊടുക്കുന്നതാണ്. എന്നാലും ഈ കടയിലേക്ക് ഞാൻ വരുന്നത് ബിന്ദേച്ചിയുടെ ഒരു കൂട്ടുകാരി, അത് അവരുടെ ആ ഒരു സ്നേഹമാണ് ഞാൻ പറയാൻ വന്നത്. പുള്ളിക്കാരി എനിക്കിങ്ങനെ ഒരു മെസ്സേജ് അയച്ചു, ചേച്ചിക്ക് ശ്വാസകോശ സംബന്ധമായിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ട്രീറ്റ്മെൻറ്റിലാണ്, ഓക്സിജൻ ഒക്കെ വെച്ചിട്ടൊക്കെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളാണ്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു കുറച്ച് ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കാവോ എന്ന് ചോദിച്ചിട്ട് കൂട്ടുകാരി ഇൻസ്റ്റാഗ്രാമിൽ അയച്ചൊരു മെസ്സേജാണ്. അങ്ങനെയാണ് ഞാൻ ഇവിടേക്ക് എത്തുന്നത്. അപ്പോൾ 80 രൂപയ്ക്കാണ് ഊണ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ഊണിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിന്ന് പങ്കുവയ്ക്കുന്നത്. എല്ലാ കറികളും മീനും ഒക്കെ വെളിച്ചെണ്ണയിൽ തന്നെ. അതൊരു പ്രത്യേക സ്വാദാണ് എന്തൊക്കെ പറഞ്ഞാലും അല്ലേ. നമുക്ക് അധികം ഊണൊന്നും 10-20 ഊണൊക്കെ ഉള്ളു. അപ്പൊ അത് നമ്മൾ വൃത്തിയായിട്ട് നമുക്ക് ഇവിടെ കുറെ പഞ്ചായത്ത് ഓഫീസ്, KSEB, വില്ലേജ് ഓഫീസ്, പോസ്റ്റ് ഓഫീസൊക്കെ ഉണ്ട്. അവരൊക്കെ വന്ന് ഭക്ഷണം കഴിക്കും. നല്ലോണം കൊടുക്കണം അല്ലേ. എല്ലാവർക്കും നമ്മൾ നല്ലോണം കൊടുക്കുന്നു. അല്ല, ചെറിയ കുറച്ചേ ഉള്ളൂങ്കിലും ഉള്ളത് വൃത്തിയായിട്ട്. പിന്നെ നല്ല മത്തിയാണ്, നെയ്മത്തി. ഇപ്പം ട്രോളിങ് ആയതുകൊണ്ട് ഭയങ്കര വിലയാണ്. ഓരോരോ കറികളായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സാമ്പാർ റെഡി, മോര് കറി, അവിയലും റെഡിയായി, സാലഡ്, ബീറ്റ്റൂട്ട് തോരൻ, ഇതാണെങ്കിൽ പാവയ്ക്ക, അത് തോരനായിട്ടല്ല മെഴുക്ക് വരട്ടിയായിട്ടേ, മീൻകൂട്ട. ഇത് മത്തി തന്നെയാണ് കേട്ടോ. നിറയെ ചെറിയ ഉള്ളിയൊക്കെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. കൊല്ലം സ്റ്റൈൽ മീൻകറി. ഇവിടെ കൊടംപുളി ചേച്ചി ഉപയോഗിക്കുന്നത് അല്ലേ. ഇതാ ഇവിടെ കൊടംപുളി. നമ്മൾ ഇവിടെ ഞങ്ങൾ എറണാകുളത്തേക്കൊക്കെ കൊടംപുളി, തിരുവനന്തപുരത്തേക്ക് പോകുമ്പോഴേക്കും മറ്റേ വാളംപുളി. അപ്പൊ ഇത് മീൻകറിയുടെ കൂടെ കൊടുക്കണ, അല്ല ഊണിന്റെ കൂടെ കൊടുക്കണ മീൻകറിയാണ് കേട്ടോ. അതായത് സ്പെഷ്യലായിട്ട് കൊടുക്കുന്നതല്ല, അല്ലാതെ തന്നെ. ഇതാണെങ്കിൽ നല്ല മാങ്ങാച്ചാറ്. ചേച്ചി എത്ര നാളായി ഇങ്ങനെ ഊണൊക്കെ തുടങ്ങിയിട്ട്? ഇപ്പം 4 വർഷമായി. 4 വർഷം. ആരാ പറഞ്ഞേ? ചേട്ടനാണോ പറഞ്ഞേ? ചേട്ടനല്ല, എന്റെ സ്വയം തോന്നിയതാണ്. അപ്പൊ നമുക്ക് ജീവിക്കാൻ വേറെ മാർഗമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു, അദ്ദേഹം കൊറോണ വന്ന് ഇനി പോരേണ്ടി വന്നു. പിന്നെ നമുക്ക് അന്നത്തേടം കഴിയണ്ടായോ. പിന്നെ 2 പിള്ളേരെ പഠിപ്പിക്കണമായിരുന്നു. പിന്നെ ഒരാളെ കല്യാണം കഴിച്ചു വിട്ടു. അത് ഇങ്ങനെയെല്ലാം ചെയ്തു. ഇതിങ്ങനെ തുടങ്ങി, അത് സംരംഭം വിജയിച്ച് ഇത്രയും നാള് പോയി. എത്ര ഊണൊക്കെ ഒരു ദിവസം? 30, ചിലപ്പം 20, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോകും. ചിലപ്പോൾ 50 പേർക്കൊക്കെ ഞാൻ ഓർഡർ അനുസരിച്ച് ചെയ്ത് കൊടുക്കും. 50-100 ഒക്കെ പേർക്ക്. ചേച്ചീനെ കൊണ്ട് പറ്റുന്നുണ്ടോ ഒറ്റയ്ക്ക് 50 പേർക്കൊക്കെ റെഡിയാക്കാൻ? അത് ഒക്കെ ആരെങ്കിലും ഒക്കെ നമ്മളെ അപ്പുറം ഇപ്പുറം ഉള്ളവർ സഹായിക്കും. ഇല്ലെങ്കിൽ ഞാൻ തന്നെ ആയാലും, എനിക്ക് ഈ വയ്യാഴിയാന്നേലും ഞാനിതെല്ലാം
ചെയ്യുക. എത്ര വർഷമായി ഇങ്ങനെ ഈ അസുഖം അസുഖം തുടങ്ങിയിട്ട് ഇപ്പോൾ 12 വർഷം കൊണ്ട് അമൃതയിലെ ചികിത്സ. ഇപ്പോഴും ചികിത്സ നടന്നുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ആഴ്ചയും പോയി. ഇനിയിപ്പോൾ രണ്ടാഴ്ച കഴിയുമ്പോൾ ഇനി അടുത്തത് ചെക്കപ്പിന് പോകണം. അതിന് വേണ്ടി കൊച്ചിയിൽ വരെ പോകണം. പോകണം. അപ്പോൾ ഈ ഓസംബിക് എന്നും പറഞ്ഞൊരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് നമ്മൾ ആ ഡോക്ടറുടെ കൺസൾട്ടിങ് അനുസരിച്ച് ഓരോ മാസം എടുത്തിട്ട് നമ്മൾ ചെന്ന് ഡോക്ടറെ കാണണം. അത് നമുക്ക് ഇവിടെ എടുക്കാം. ഇവിടെ പോകണമെന്നില്ല. ഡോക്ടറെ ചെന്ന് കാണണം. കണ്ടിട്ട് ഡോക്ടർ മരുന്നിന്റെ അളവും ഇപ്പം ഞാനിപ്പോൾ വോയിസ് കേൾപ്പിച്ചില്ലായിരുന്നു. അങ്ങനെ എടുക്കണം. അത് എടുത്തിട്ടുണ്ട്. ഇപ്പം എന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇത് പ്രത്യേകിച്ചൊന്നും പറയത്തക്കതുപോലില്ല. എന്നാലും പണ്ടതിൽ വിമ്മിഷ്ടമായിരുന്നു. ഇപ്പൊ ശകലം വിമ്മിഷ്ടമൊക്കെ കുറവുണ്ട്. കിടക്കാൻ നേരത്ത് ഈ ഓക്സിജൻ ഓക്സിജൻ ലെവൽ കുറയുമ്പോ വെളിയിലൊക്കെ അപ്പൊ അങ്ങനെ പോക്ക അങ്ങനെ ഒന്നുമില്ല. ഇല്ല. ഞാൻ ഈ വീട് വിട്ട് പോകുന്നത് അമൃതയിൽ മാത്രം. ഒരു കല്യാണത്തിനാട്ട ഒരു ഫംഗ്ഷനും പോകാനൊക്കത്തില്ല. എന്ന് വെച്ചാൽ എനിക്ക് ബസ്സിനകത്ത് കയറാനൊക്കത്തില്ല. ഒന്നീൽ ഓട്ടോ ഹോസ്പിറ്റലിൽ അഥവാ എന്തെങ്കിലും വന്നാൽ തന്നെ ഓട്ടോ വിളിച്ചൊക്കെയാ പോകും. പറ്റുന്ന പോലെ ഇത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മുടെ ടെൻഷനും കുറഞ്ഞ് കിട്ടും. നമ്മുടെ ജീവിതമാർഗവും ഇതെല്ലാം നടക്കണ്ടേ. പിന്നൊരു സന്തോഷല്ലേ. അതാ ഭക്ഷണം കഴിക്കുമ്പോൾ അവരുടെ വയറ് നിറയുമ്പോ നമ്മുടെ വയറ് നിറയും. നല്ലതാ ചേച്ചി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുമ്പോഴേ അതൊരു സന്തോഷം. പ്രത്യേകത. അതുകൊണ്ട് തന്നെ വയ്യെങ്കിലും എനിക്ക് ഒരുപാട് ഞാൻ ഇന്ന് ഇതുവരെ ഒരു ആഹാരം കഴിച്ചിട്ടില്ല. വൈകിട്ടെങ്ങാണ് ഒരു ഇത്ര ആഹാരം കഴിക്കാൻ പറ്റത്തില്ല. കഴിക്കുമ്പോഴത്തേക്ക് വിമ്മിഷ്ടം. അപ്പൊ ഇങ്ങനെ കഴിക്കാതിരുന്നാലോ ഇത്രയും മരുന്ന് അത് അങ്ങ് കഴിക്കുക. അതിനിടയ്ക്ക് ചിലപ്പോ ഒരു മാതള നാരങ്ങയോ എന്തേലും ഫ്രൂട്ട്സ് ആയിട്ടും കഴിച്ചുകൂടാ. കഴിക്കാം. പക്ഷെ ഫ്രൂട്ട്സ് ഒക്കെ മേടിക്കാൻ നമുക്ക് അത്രയ്ക്കൊന്നും ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാം. ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പൊ ഈ ഷുഗറിന് ചേച്ചി വേറെ മരുന്ന് എടുക്കുന്നു? ഉണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഭക്ഷണം കൺട്രോൾ ചെയ്യാൻ ഡോക്ടർ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് ഒരുപാട് കഴിക്കുമ്പോൾ വയറ് കയറി വീങ്ങിയ ശ്വാസം കിട്ടൂല. പിന്നെ നമുക്ക് ജോലി ചെയ്യാനൊക്കത്തില്ല. വിശപ്പില്ല. ഈ ഓസംബിക് എന്ന് പറയുന്ന ഈ ഇഞ്ചക്ഷൻ എടുത്തിടം മുതൽ വിശപ്പില്ല. നമ്മുടെ ഇത് ചുരുങ്ങാനും കൂടെ ഉള്ള അന്നനാളം ചുരുങ്ങാനുള്ളതോടൊക്കെ ഈ ഇഞ്ചക്ഷൻ എടുക്കണം. ചേട്ടനുണ്ട് എല്ലാത്തിനും സഹായത്തിന്. പുറത്തെ പണി അരി വെക്കുന്ന, ചോറ് വെക്കുന്നത്, തേങ്ങ തിരങ്ങുന്നത്, തേച്ച് മുഴക്കുന്നത് ഒക്കെ ചേട്ടനാ. മിറ്റം തൂക്കുന്നത് അതെല്ലാം ചേട്ടൻ. അതൊന്നും എനിക്ക് ചെയ്ത് കുനിഞ്ഞുള്ള ജോലികളൊന്നും എനിക്ക് ഗ്യാസിന്റെ അവിടെ നിന്നുള്ള പുകയടിക്കാനൊക്കത്തില്ല. അപ്പൊ നമ്പർ കൊടുക്കാം അല്ലേ? ആരെങ്കിലും ഒക്കെ ഓർഡർ അനുസരിച്ച് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു സഹായം അല്ലേ? എത്ര രൂപയ്ക്കാ ഊണ് കൊടുക്കുക? സാധാ ഊണ് 80, മീൻ വറുത്തതോടെ കൂട്ടി 110. അത് ഇപ്പോഴാ 110 ആക്കിയ. ഈ ഗ്യാസിന്റെ ഒക്കെ ഇത് പറഞ്ഞ ക്ഷാമം വന്നിട്ടുണ്ടെങ്കിൽ അല്ലേ 100 രൂപയായിരുന്നു. ഇതൊക്കെയാണ് ഞായറാഴ്ച ദിവസം എന്നും ഉണ്ട്. ഞാൻ അമൃതയിൽ പോകാത്ത ദിവസം എല്ലാം ഊണുണ്ട്. ശരി. പിന്നെ വീഡിയോ കണ്ടിട്ട് വരട്ടെ. ഒരുപാട് 100 ആവട്ടെ. എന്നെ റീച്ച് ആക്കുക. എന്റെ ഒരു കൂടപ്പുറപ്പ് പോലെ. പിന്നെ എന്തായാലും നമുക്ക് ഊണ് കഴിച്ചു നോക്കാം. ചേച്ചിക്ക് ഇഷ്ടമുള്ളിടത്തോളം പിന്നെ ഞാൻ എന്തായാലും എല്ലാം കഴിക്കും. മതി. അരിഞ്ഞു വെച്ചില്ല ഒരെണ്ണം. ഇവിടെ മുരിങ്ങക്കായ ഇടൂല അല്ലേ? ഓരോ നാട്ടിൽ ഓരോ മാതിരിയാണ്. അടിപൊളി അച്ചാറ്. അപ്പം ഞാനങ്ങനെ കഴിച്ച് നോക്കാൻ പോവാം. അപ്പോൾ ഇവിടെ ആളുകളൊക്കെ കഴിക്കാൻ വരണ സമയം ആവണേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് മനുഷ്യരൊന്നും ഇല്ലെങ്കിലും എല്ലാവരും വരണതിന് മുമ്പ് ഞാനങ്ങ് എടുക്കുക. കാരണം നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ചില ആളുകൾക്കൊന്നും വീഡിയോയിൽ അവരെ കാണിക്കണയൊന്നും ഇഷ്ടമല്ല കേട്ടോ. കാരണം എന്തൊക്കെയോ കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഒരു മടിയായിരിക്കും. പണ്ട് എനിക്ക് ഈ ചാനൽ തുടങ്ങുമ്പോൾ ക്യാമറയിൽ നോക്കിയിട്ട് സംസാരിക്കാൻ നാണാണ്, ഭയങ്കര നാണാണ്. എന്നാൽ ഒരു 300 കുട്ടികളെ വരെയൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. NSSന്റെ ഓറിയൻറ്റേഷനും അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലത്തൊക്കെ വേറെ ക്യാമ്പസുകളിലൊക്കെ പോയിട്ട് ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ബിടെക്കിനൊക്കെ പഠിക്കണം 300 കുട്ടികളൊക്കെ ഉള്ള ഒരു ഹോളിൽ സംസാരിക്കുന്ന എനിക്ക് ക്യാമറയിൽ നോക്കി സംസാരിക്കാനുള്ള ധൈര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും ചില ആളുകൾ അവരെ കാണിക്കരുതെന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കൂടുതലും ചെയ്യാന്ന് വെച്ചാൽ അങ്ങനത്തെ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ വരുന്നതിന് മുമ്പ് വീഡിയോ ഷൂട്ട് ചെയ്യും. പിന്നെ ചിലവർ നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കും, ഞങ്ങളെ കൂടെ കാണിക്കുമോ, ചോദിക്കുന്നവരെ മാത്രമേ വീഡിയോയിൽ ഉൾപ്പെടുത്തുള്ളൂ. കാരണം ഇനി ആ ഒരു വിഷമം വേണ്ട, അവരെ കാണിച്ചു എന്ന് പറഞ്ഞിട്ടേ. മീൻ കൂട്ടാൻ വെച്ചിട്ടാണ് കഴിക്കുന്നത്. സാമ്പാറുണ്ട്, മോരുകറിയുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ മീൻ കൂട്ടാനാണ് ആദ്യം മേടിച്ചത്. ആദ്യം സവാള എന്നിട്ട് മീൻ പറഞ്ഞത്.
തല കുറച്ച് തിരിഞ്ഞിരിക്കണ ചേച്ചി നല്ലത്. കൊള്ളാം, അടിപൊളി മീൻകൂട്ടൻ എന്നുവെച്ചാൽ എനിക്കിഷ്ടം ഈ സാധനമാണ് കേട്ടോ. ഇതിൻ്റെ സ്വാദ് കൂട്ടുന്ന സംഗതിയാണ് ഈ ഉണ്ടമുളക്. അത് എന്തിലിട്ടാലും അതൊരു പ്രത്യേക, പക്ഷെ ചിലവർക്ക് ഇഷ്ടമല്ല അല്ലേ? ചിലർ ചോദിക്കും ആ മണമുള്ള മുളക് ഇഷ്ടമല്ല. എനിക്ക് ഭയങ്കര എരിവ് കൂട്ടാൻ പറ്റില്ല. അത് തന്നെ, തേങ്ങാ ചമ്മന്തി ഭയങ്കര അടിപൊളിയാ. മതി, ഇത് മതി. എനിക്ക് വറുത്ത മീൻ വലിയ താല്പര്യമില്ല, കറിയോടാണ് ഇഷ്ടം. അപ്പം ഇങ്ങനെ ഒരു മീൻ വറുത്തതും കൂടെ ചേർത്താണ് 110 രൂപയ്ക്ക്. ഇതിപ്പോൾ ഒരു മീൻ എന്ന് വെച്ചാൽ ഇത് വലിയ മീനായതുകൊണ്ട്, അപ്പോൾ കൊഴുവയും പൊടിമീനൊക്കെ ആണെങ്കിൽ 3-4 കഷ്ണമൊക്കെ ആയിരിക്കും വയ്ക്കുക. അതിൻ്റെ അനുസരിച്ചിട്ട് അങ്ങനെ ഒത്തിരി വലിയ മീൻ മേടിക്കലില്ല അല്ലേ? ഈ വിലക്ക് കൊടുക്കാൻ പറ്റൂലല്ലോ. സൂപ്പർ മീൻ കറി കേട്ടോ ചേച്ചി. പണ്ടേയും ഇങ്ങനെ അടിപൊളി കുക്കാണ്. അതേ കട തുടങ്ങിയതിന് ശേഷം എല്ലാം വെച്ച് ആദ്യമേ ആളുകൾ പറയുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീട്രൂട്ട്. പാവയ്ക്കയും വഴുതനങ്ങയും അവർ രണ്ടുപേരും എനിക്കിഷ്ടമല്ല. പക്ഷെ ഈ പാവയ്ക്കൊക്കെ ഒരു ഗുണമുണ്ട്, എന്താ വെച്ചാല് അത്ര കയ്പ്പ് തോന്നണില്ല. ഞാൻ കഴിച്ചു. പക്ഷെ പാവയ്ക്ക് തീയൽ കഴിക്കും, പിന്നെ കൊണ്ടാട്ടം അതൊക്കെ കഴിക്കും. ഈ തോരനും മെഴുക്ക് പുരട്ടി ആക്കുമ്പോൾ ചെറിയ കയ്പുള്ളതുകൊണ്ട് പക്ഷെ ഒരുപാട് ഗുണമുണ്ടെന്നാണ് പറയണത് അല്ലേ? പാവയ്ക്കകത്ത് നല്ല ഭക്ഷണമാണ് കേട്ടോ. ഒരു അച്ചാറാവട്ടെ, ഒരു സാലഡ് ആവട്ടെ, എല്ലാത്തിനും ബിന്ദു ചേച്ചിയുടെ ഒരു രുചി നിലനിർത്തിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഞാൻ എടുത്തു പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, വെളിച്ചെണ്ണയിലാണ് ഇവർ വീട്ടിൽ ചേട്ടനും ചേച്ചിക്കും കൊച്ചിനും ഒക്കെ കഴിക്കാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ കൂടെ 10-12 കൂടെ കൂടുതൽ വെക്കും, അത്രയേ ഉള്ളൂ. അത് തന്നെ ചേച്ചി പറയണേ, രാവിലത്തെ വേണമെങ്കിൽ ആരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ ദോശ, അപ്പം ഞങ്ങൾക്ക് ഇടണേൻ്റെ കൂടെ കുറച്ച് അരിയും കൂടെ അരച്ച് വെക്കും. ഉണ്ടാക്കണ സാമ്പാറിൻ്റെ കൂടെ കുറച്ച് സാമ്പാർ ഉണ്ടാക്കി വെച്ചാൽ ആരെങ്കിലുമൊക്കെ വരും. 8 പേരൊക്കെ വരുമോ രാവിലെ കഴിക്കാൻ? വരും. അപ്പം അത്രയും പേരൊക്കെ വന്നാൽ അപ്പോൾ രാവിലത്തേയും കൊടുക്കും. അതാ ഒരു ഭയങ്കര ഒരു ബിസിനസ് എന്നുള്ള സാധനമല്ല. നമ്മളെ വീട്ടിലുണ്ടാക്കണതിനകത്ത് കുറച്ച് എണ്ണവും കൂടി ഉണ്ടാക്കി ചേച്ചിക്ക് മരുന്ന് മേടിക്കാനുള്ള, അതാണ്, അത്രയാണ് അതിൻ്റെ ആവശ്യമല്ല. അത് ഇതിനകത്ത് വലിയൊരു ലാഭം ഉണ്ടാക്കിയിട്ട് ലക്ഷപ്രഭു ആവാനൊന്നും ഉദ്ദേശമില്ല. ഞാൻ ചില വീഡിയോയിലേ ഞാൻ അങ്ങനെ പറയാറുള്ളൂ, ഭക്ഷണം മേടിക്കുന്നതിനപ്പുറത്തേക്ക് ഒരു സഹായം ചെയ്യാൻ പറ്റുമെങ്കിൽ ചേച്ചിയെ ഒന്ന് സഹായിച്ചേക്കണം. കാരണം ഇതിന് തന്നെ ഇപ്പോൾ ഓക്സിജൻ്റെ അത് കണ്ടോ, അതിനൊക്കെ കറണ്ട് ബില്ല് തന്നെ നന്നായി വരും. എനിക്ക് തോന്നുന്നു KSEBയിൽ ഒരു റിക്വസ്റ്റ് കൊടുത്താൽ എന്തോ സബ്സിഡി കിട്ടും ചേച്ചി, അങ്ങനെ ഒരു സാധനം ഉണ്ട്. ഒന്ന് അന്വേഷിക്കണേ KSEB പോയിട്ട്. അപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തപ്പോൾ അവിടുത്തെ അച്ഛൻ ഇതുപോലെ രാത്രിയും പകലും കണ്ടിന്യൂസ് വെച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ എനിക്കറിയില്ല, പക്ഷേ KSEBയിൽ ഒരു ഉദ്യോഗസ്ഥൻ ആ വീഡിയോയിൽ വന്ന് കമൻ്റ് ഇട്ടു, അതിന് നിങ്ങൾ റിക്വസ്റ്റ് തന്നാൽ ഇങ്ങനെ ചെയ്യാം. അങ്ങനെ അവർ കൊണ്ടു കൊടുത്ത് അതിനെന്തോ സബ്സിഡി കിട്ടിയായിരുന്നു കറണ്ട് ബില്ലിലെ. ഇതിങ്ങനെ രാത്രി മുഴുവൻ ഓൺ ചെയ്ത് വെക്കുമ്പോൾ നല്ല ഇതാവും. അതൊന്ന് അന്വേഷിച്ച് നോക്കിക്കോ. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് അത് ഒരു ചിലവ്, മരുന്നിൻ്റെ ചിലവ്, ഇവിടെ നിന്ന് കൊച്ചി വരെ പോയി ഈ അമൃതയിൽ പോയിട്ടുള്ള ചികിത്സയുടെ ചിലവ് എല്ലാം നടത്തണം. ഇതുകൊണ്ട് മാത്രം നടക്കില്ല എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. കാരണം ഈ 15 ഊണ് വിറ്റ പൈസയ്ക്ക് ഇവിടുത്തെ വീട്ടു ചിലവും ചേച്ചിയുടെ ചികിത്സാ ചിലവും ഒന്നും കൂടി നടത്തില്ല. ഊഹിക്കാമല്ലോ ഇപ്പോഴത്തെ ഗ്യാസിൻ്റെ വില, അരിയുടെ വില, മീനിൻ്റെ വില എല്ലാം. അപ്പം അതുകൊണ്ട് പറ്റുന്നവർ, ഊണ് കഴിക്കാൻ പറ്റുന്ന, അങ്ങനെ സഹായിക്കാൻ പറ്റുന്നവർ ഇതിൽ പോകുമ്പോൾ ഒരു ഊണ് മേടിച്ചിട്ട് പോകുക അല്ലെങ്കിൽ വന്ന് കഴിക്കുകയോ ചെയ്യണം. അതല്ലാതെ ചേച്ചീനെ എന്തെങ്കിലും തരത്തിൽ സഹായിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ ഒന്ന് സഹായിക്കാം. കാരണം നമ്മളെ സംബന്ധിച്ച് ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും നമ്മൾ ചെയ്യണം. ചേച്ചിയെ സംബന്ധിച്ച് അതൊരു വലിയ ഉപകാരമാണ്. അവരുടെ ജീവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ മുന്നോട്ടേക്ക് ജീവിക്കാനുള്ള ഒരു കാര്യമാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം. ഇതുവരെ പറഞ്ഞ എല്ലാ ആളുകളെയും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഉണ്ടാവും അല്ലേ? നമുക്ക് മത്തി ഒരു കഷ്ണം കഴിച്ചു നോക്കാം. നല്ല മത്തിയിലെ നെയ്മത്തിയാണ്, പച്ചമത്തി, നല്ല സ്വാദ്. എനിക്കാണെങ്കിൽ ഇച്ചിരി ഉപ്പ് കുറച്ച് മുന്നേ നിൽക്കണ അങ്ങനത്തെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ. കാരണം എൻ്റെ പരിവം എനിക്കാണെങ്കിൽ പ്രഷർ കുറവാണ്. ഇത്രയും ഉപ്പ് തിന്നിട്ടും പ്രഷർ കുറവാണ്. എനിക്കിഷ്ടം, എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ട്. എന്നാ പ്രഷർ ഇല്ല, പ്രഷർ കുറവ്. ഇപ്പോൾ ഡോക്ടർ പറയും ഉപ്പ് തിന്ന്, പപ്പടം തിന്ന്, അച്ചാർ തിന്നൊക്കെ പറയും. എല്ലാം തിന്നുന്നുണ്ട്, എന്നാലും പ്രഷർ കൂടില്ല. ഇങ്ങനെ ഭയങ്കര കുറവാണ്. ചില സമയത്തൊക്കെ ഭയങ്കര പ്രശ്നമാണ്.
ടെൻഷൻ ഇല്ലാത്തോണ്ടായിരിക്കും അല്ലേ? എന്നാ കുറച്ച് ടെൻഷൻ എന്നെ ഓർത്തിട്ട് നാളെ പോലെ കുറച്ച് ടെൻഷൻ അടിക്കാം എന്നാ. ഇല്ല, ചേച്ചിയുടെ കാര്യം എന്തോ ആയി എന്തോ ശകലം മതി. എനിക്ക് ഇച്ചിരി പുളിശ്ശേരിയും കൂടെ ഒഴിക്കണം. ചേച്ചി ഇവിടെ നിന്ന് എന്നെ ഊട്ടുക. ഇന്ന് വേറെ ആരും ഇപ്പോൾ കഴിക്കാൻ വന്നിട്ടില്ലാത്തോണ്ടേ ഇച്ചിരി സാമ്പാറും പുളിശ്ശേരിയും കൂടെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കട്ടെ. ആളുകൾ പറയും, ഓ അവര് വീഡിയോ എടുക്കാൻ ചെന്നോണ്ട് അവിടെ നിന്ന് എല്ലാം ഊട്ടുവാന്ന്. ചേച്ചി എല്ലാവരോടും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കാരണം ഇവരുടെ ഇവിടെ വന്നു പോയ ആളുകളോടും ചേച്ചിയുടെ ഒരു സ്വഭാവം തന്നെയാന്ന് തോന്നുന്നു അല്ലേ? ഇങ്ങനെ ഹാപ്പിയായി ചിരിച്ചോണ്ട് എല്ലാവരെയും. അതാണ്, അല്ലാതെ ഇങ്ങനെ വയ്യ എന്നൊക്കെ പറഞ്ഞേ വിഷമിച്ച് വരുന്നവർക്കും ഒരു സാഡ് അല്ലേ ചേച്ചി? എന്നതാ വരാന്ന് പറഞ്ഞു. കൂട്ടുകാരത്തിനെ കണ്ടില്ലല്ലോ, അപ്പൊ കൂട്ടുകാരി ഇപ്പൊ വരും. അവളെയും കൂടി ഒന്ന് കാണണം. എന്തായാലും അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ തോന്നിയല്ലോ ചേച്ചിക്ക് വേണ്ടി. കൊള്ളാം, അടിപൊളി. ഇത് രണ്ടും കൂടെ കൂട്ടി കഴിക്കാൻ ഒരു പ്രത്യേക സ്വാദുണ്ടല്ലോ. അപ്പോൾ കടയിലേക്ക് വരുമോയെന്ന് ചോദിച്ച് മെസ്സേജ് ഇട്ട ആളാണ് ദേ നിൽക്കണത്. സിനു രത്നം അല്ലേ? രത്നം, അതാണ് എനിക്കതാണ് പറയാനുള്ളത്. കാരണം ഇതുപോലെയുള്ള ചേച്ചിയുടെ ഈ എല്ലാ ബുദ്ധിമുട്ടുകളും ആരോഗ്യ അവസ്ഥകളും എന്ന് വെച്ചാൽ ഒരു പാരഗ്രാഫിനകത്ത് എല്ലാ കാര്യങ്ങളും എനിക്ക് പറഞ്ഞു തന്നു. ചേട്ടൻ ഗൾഫിലായിരുന്നു, മോളെ കല്യാണം കഴിപ്പിച്ചു, മകൻ +2 പഠിക്കുകയാണ്, ചേച്ചിക്ക് ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, ഒന്ന് സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച് ആ ഒരു മെസ്സേജിലാണ് ഞാൻ ഇവിടോട്ട് എത്തുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം എന്നോട് ആവശ്യപ്പെട്ട ആൾ ഈ വ്യക്തിയാണ്. ഞങ്ങൾ ആളെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാണ്. ഇവിടെ വർക്ക് ചെയ്യുകയാണ് കോടതിയിൽ. അപ്പോൾ ഒരുപാട് നന്ദി. കാരണം ഇത്രയും നല്ലൊരു ഭക്ഷണം കിട്ടുന്ന സ്ഥലം എനിക്ക് പറഞ്ഞു തന്നതിന്. പിന്നെ അത് ഇതുപോലെ ഒരു സുന്ദരി ചേച്ചി, ഞങ്ങളങ്ങ് ഭയങ്കര കൂട്ടായി വന്നപ്പോഴേക്ക്. ഭയങ്കര ചിരി വർത്താനോ ഒക്കെ ആയിട്ട്. അപ്പൊ അങ്ങനെ ഒരാളെയും കൂടെ പരിചയപ്പെടുത്തി തന്നതിനും താങ്ക് യു. എനിക്കും ഭയങ്കര സന്തോഷമാണ്. നമുക്ക് ആരെയും സഹായിക്കാൻ പറ്റില്ല, ഒരാളെ സഹായിക്കുന്ന ഒരാളെ കണ്ടിട്ട് ഭയങ്കര ബഹുമാനം കേട്ടോ. നമുക്ക് നിങ്ങളെ പോലെ ഇപ്പൊ ചേച്ചിയായാലും നിങ്ങളായാലും വീഡിയോ കാണുന്ന ആളുകൾ സഹായിക്കണോണ്ടാണ് ആ സഹായങ്ങൾ എത്തുന്നത്. എന്നെ കൊണ്ട് ഒറ്റയ്ക്ക് ഒന്നും പറ്റൂല. പക്ഷെ ആ വീഡിയോ കാണുന്ന കുറെ മനുഷ്യർ ഇങ്ങനെ ചേർത്ത് പിടിക്കുന്നോണ്ട് എവിടേക്കോ ഒരു സന്തോഷം. സന്തോഷം. നീ കഴിച്ചേച്ചും പോയാൽ മതി, ചോറ് കൊടുക്ക്. ചേച്ചി കച്ചവടം ഉഷാറാവുകയാണെങ്കിൽ നമുക്കിവിടെ ഒരു കടമുറി പണിയാലോ. അപ്പോൾ ഒരാളെയൊക്കെ വെക്കാം. എന്തായാലും ഉദ്ഘാടനം ചെയ്യാൻ പാടില്ല. അതെ നമ്മൾ ഉദ്ഘാടനം ചെയ്ത് ചെറിയ സഹായത്തിന് ഒരാളെയും കൂടെ വെച്ച് ചേട്ടനെ കൊണ്ട് എല്ലാ പണിയെടുപ്പിക്കാം. ചേട്ടന് ഇച്ചിരി റെസ്റ്റ്. ഇപ്പോൾ തുടങ്ങാം. അടുത്ത പ്രാവശ്യം വരവ് അതിനു വേണ്ടി ആവട്ടെ. നല്ലതായിരിക്കട്ടെ, പൊന്നാവട്ടെ. അതെ, എന്നാ പോയേക്കോ. ഇനി വരുമ്പോ കാണാം. അപ്പൊ ശരി, താങ്ക് യു. ഇനി വരുമ്പോ കാണാട്ടാ.